എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വാഴ കൃഷിയുടെ വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വാഴത്തോട്ടം കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ വാഴ വയ്ക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വാഴക്കണ്ണ് ഉണക്കിയതിന് ശേഷം വേരൊക്കെ ചെത്തിക്കളഞ്ഞ് പച്ചച്ചാണകം എടുത്ത് കലക്കി എസ്റ്റിയും കൂടി ചേർത്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് വാഴക്കണ്ണുമ്മേ ചാണകവും ഈ ലിക്വിഡും പിടിക്കാവുന്ന രീതിയിൽ ഓവർ കുഴമ്പ് രൂപമാവേണ്ട, ചെറിയ വാഴക്കണ്ണിൻ്റെ മുകളിലൊക്കെ ചെറിയ രൂപത്തിൽ ഇത് പറ്റി പിടിച്ചിരിക്കാവുന്ന രീതിയിൽ മുക്കിയെടുത്ത് തണലത്ത് വെച്ച് ഒരു 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഈ രീതിയിൽ വാഴേനെ നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ വാഴ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൊക്കെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു 3 ഇല 2 ഇല ആയി കഴിയുമ്പോൾ ഫസ്റ്റ് വളം കൊടുക്കുക. പിന്നെ നമ്മളങ്ങനെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചുരുക്കം ഒരു 25 ദിവസം കൂടുമ്പോൾ നമ്മൾ വളമിടാം. അതുപോലെ തന്നെ കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേശ്ശെ മണ്ണ് കൊടുക്കുമ്പോൾ ഈ വാഴയുടെ വേരുകൾ ഇങ്ങനെ മുകളിലേക്ക് വളം വലിക്കാനായിട്ട് മുകളിലേക്ക് വന്ന് നല്ല ഒത്തിരി വേരുകളാവും. അങ്ങനെ വേരുകളാവുമ്പോൾ ഈ വളം വലിച്ചെടുത്ത് വാഴ നല്ല കരുത്തിൽ ഇതുപോലെ ഇത് നല്ല വാഴ ഇതുപോലെ നല്ല കരുത്തിൽ നല്ല വാഴയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ 25 ദിവസം കൊടുക്കുമ്പോൾ മൂടി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വിത്ത് നടുമ്പോൾ നമ്മൾ 20 ml ST 50 ml വെള്ളത്തിൽ കലക്കിയിട്ട് വിത്തുകളിൽ സ്പ്രേ ചെയ്ത് വിടുക. ഏത്തവാഴയ്ക്കാണെങ്കിൽ വിത്ത് ഈ ഒരു ST കലക്കിയ ലായനിയിൽ നമുക്ക് മുക്കിയെടുത്ത് ചെയ്യുന്നത് പെട്ടെന്ന് വേര് മുളച്ചു വരാനും അതേപോലെ തന്നെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരാനും ഒക്കെ സഹായിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷണം കൊടുക്കാനായിട്ടും ഈ ST ഉപയോഗിച്ച് സീഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത വിത്തുകൾ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ അടിവളം ഇടുന്ന സമയത്ത് നമ്മൾ എന്താണോ ഇടാൻ ഉദ്ദേശിക്കുന്നത്, ചാണകമാണെങ്കിലും ആട്ടിൻകാഷ്ടമാണെങ്കിലും ഒക്കെ പ്രീമിയം ചേർത്ത്, പ്രീമിയം എന്ന് പറയുന്ന 50ഓളം ബാക്ടീരിയാസിൻ്റെ ഒരു ലൈനിയാണ്, അത് ചേർത്ത് നമ്മൾ സമ്പുഷ്ടീകരിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ചെടിക്ക് വളം വലിച്ചെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമി പവർ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ വെള്ളക്കെട്ടുള്ള പ്രദേശമാണെങ്കിൽ റൂട്ട് ഗാർഡ് കൂടി ഉപയോഗിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വാഴ നടേണ്ടത്. 3 മാസം കൂടുമ്പോൾ ഭൂമി പവർ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഗ്രോ നൈട്രോക്കിംഗ് സ്പ്രെഡോൾ ഈ കോമ്പിനേഷൻ നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ കൊടുക്കുന്നത് വളർച്ചാ സമയത്തുണ്ടാകുന്ന പോഷകക്കുറവ് പരിഹരിക്കാനായിട്ട് സഹായിക്കും. ഇതിൽ മൈക്രോ ന്യൂട്രിയൻസും NPKയും ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. വാഴക്കൊല ഉണ്ടായതിനു ശേഷം നല്ല മുഴുപ്പും തൂക്കവും ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വളമാണ് ഫ്രൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രൂട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് തുടം വെച്ച് നല്ല വലിപ്പത്തിലുള്ള കായ്കൾ കിട്ടും. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല പോഷക ഗുണമുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കിട്ടും. ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും എന്നുള്ളതാണ് ഫ്രൂട്ടർ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണമേന്മ. ഇത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ ജൈവ ഉൽപ്പന്നങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഓർഗാനിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എത്രത്തോളം വളം ചെയ്തിട്ടും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജൈവമല്ലാത്ത നമ്മൾ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ള നമുക്ക് എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്. അപ്പോൾ അതിനെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഒരു പുതിയ പ്രോഡക്റ്റിനെയൊക്കെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. വിത്തുകൾ നട്ട് ചെടികൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എല്ലാ ചെടികൾക്കും തന്നെ നമുക്ക് ST കൊടുത്തിട്ട് സീഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് നടുന്നതെങ്കിൽ എല്ലാ പ്ലാന്റുകളും ഒരേപോലെ തന്നെ കരുത്തോടെ വളരുന്നത് കാണാം. അപ്പോൾ എല്ലാം ഒരേപോലെ വളരാനായിട്ട് നമ്മൾ സീഡ് ട്രീറ്റ്മെൻറ്റ് ST ഉപയോഗിച്ച് നമ്മൾ വിത്ത് പരിപാലനം നടത്തിയതിന് ശേഷം നടുകയാണെങ്കിൽ നമുക്ക് ഉൽപ്പാദനം കൂടുതൽ കിട്ടും. അതേപോലെ തന്നെ ചെടികളുടെ വളർച്ചയും ഒക്കെ വളരെ നന്നായിരിക്കും. വാഴ കർഷകർക്ക് ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കുറുനാമ്പ് രോഗമാണ്. നമ്മൾ വാഴ വെച്ച് ഏകദേശം കൊല പാകങ്ങളൊക്കെ ആയി വരുമ്പോൾ ഇതിൻ്റെ കൂമ്പ് ചെറുതായി, കൂമ്പ് മുട്ടി എന്ന് പറയും ചിലർ, കുറുനാമ്പ് രോഗം വന്ന് വാഴ നശിച്ചു പോകും. അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെ വരാതിരിക്കാനായിട്ട് വൈറസോൾ 3 ml അതോടൊപ്പം തന്നെ നമുക്ക് ഗ്രോത്തിനുള്ള ഗ്രോയിൻ നൈട്രോക്കിങ്ങും ചേർത്തിട്ടൊക്കെ നമുക്ക് സ്പ്രേ കൊടുക്കുന്നത് ഈ കുറുനാമ്പ് രോഗം നമ്മുടെ വാഴയെ ബാധിക്കാതിരിക്കാനായിട്ട് വളരെയേറെ സഹായിക്കുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഫംഗസ് രോഗം, അതായത് ഇലപ്പുള്ളി രോഗം വന്നു കഴിഞ്ഞാൽ 40% കുലകളുടെ തൂക്കവും കുറയുന്നതാണ്. ഇലപ്പുള്ളി രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ FC പൗഡർ, ഫംഗിസൈഡും അതേപോലെ തന്നെ നൈട്രോക്കിങ്ങും കൂടി സ്പ്രെഡോൾ ചേർത്തിട്ട് സ്പ്രേ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെറിയ കായ്കളായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫ്രൂട്ടർ സ്പ്രെഡോൾ ചേർത്തിട്ട് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ നല്ല വലിപ്പത്തിലും തൂക്കത്തിലും കായ്കൾ കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴമായിരിക്കും.
കൈകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വാഴയെ ക്ലീനാക്കി നിർത്തിയ ചെല്ലിയുടെ ഉപദ്രവവും കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. ആരുടെയൊക്കെ വീട്ടിൽ വാഴ കൃഷി ഉണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.